ഹലോ, അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. ഇത് എന്നും വൈകുന്നേരം തുടർന്ന് പോരുന്ന റുട്ടീനുകളാണ്, മാറ്റമൊന്നുമില്ല. അപ്പം ഞാൻ വന്നിട്ട് നേരെ കിച്ചണിലേക്ക് കയറി ചായ വെച്ചു. ഇത് ബ്രെഡും ബട്ടറുമാണ് ഇന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുക്കുവാണ്. തൊട്ട് പുറകെ എനിക്ക് പുറകെ ഓരോരുത്തരായിട്ട് വന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ അമ്മ കുറച്ച് അവൽ നനച്ചതും കൂടി കൊണ്ടുവന്ന് തന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ചായയൊക്കെ എടുത്ത് ഓരോരുത്തർക്കായിട്ട് ഞാൻ കൊടുക്കുവാണേ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഒരു ലോഡ് പാത്രങ്ങൾ ഉണ്ടാവും കഴുകാനായിട്ട്. സ്കൂളിൽ നിന്ന് കൊണ്ടുവന്നതും ചായ കുടിച്ചതുമായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കഴുകി പെറുക്കി അടക്കിയൊക്കെ വെച്ചിട്ട് പിന്നെ ഞാനൊന്ന് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടും കേട്ടോ. എന്നാലേ എനിക്ക് പടപടാന്ന് ജോലികളൊക്കെ തീരത്തുള്ളേ. ഇങ്ങനെ വൃത്തിയായി കിടന്നാലേ പെട്ടെന്ന് എൻ്റെ ജോലിയൊക്കെ തീരത്തുള്ളൂ കേട്ടോ. പിന്നെ ഞാൻ കുടിവെള്ളമൊക്കെ എടുത്ത് വെക്കുവാണ് കേട്ടോ, അല്ലെങ്കിൽ രാവിലത്തേക്ക് ഇതൊന്നും ആറി കിട്ടത്തില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ വൈകുന്നേരം തന്നെ റെഡിയാക്കും. രാവിലെ പോകേണ്ട എല്ലാവർക്കും. അത് കഴിഞ്ഞ് വീട് തൂക്കാനുണ്ടായിരുന്നു, പിന്നെ കുറച്ച് തുണിയൊക്കെ വാഷ് ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ പാടെ വിരിച്ചൊക്കെ ഇടുവാണ് കേട്ടോ. അപ്പോൾ ഇതേ കുറച്ച് ഉള്ളിയും മുളക് തക്കാളി ഇതൊക്കെ റെഡിയാക്കി എടുത്ത്. വേറെ ഒന്നുമല്ല, മീൻ കിട്ടിയിരിക്കുന്നത് ഇന്ന് അയില മീനാണ്, കുഞ്ഞയിലയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് കായലോരത്ത് പോരുന്ന് വെട്ടി ക്ലീനാക്കിയൊക്കെ എടുക്കുവാണ് കേട്ടോ. ഇവിടെ ആകുമ്പോൾ നമുക്ക് കുറച്ച് കാറ്റൊക്കെ കൊണ്ട് സ്വസ്ഥമായിട്ടിരുന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കാമല്ലോ, കുറച്ച് പ്രകൃതി ഭംഗി ആസ്വദിക്കാം. അതങ്ങനെ വെട്ടിയൊക്കെ കയറി. അപ്പോൾ ഒരു മാങ്ങ ഇരിപ്പുണ്ടായിരുന്നു. അപ്പം മീൻ അങ്ങ് മാങ്ങയിട്ട് വെക്കാമെന്ന് വിചാരിച്ചേ. അപ്പം മാങ്ങ എടുത്തരിഞ്ഞ് അപ്പം അതിൻ്റെ പുളി ഒന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ, എൻ്റെ അമ്മോ നല്ല പുളിയാണേ, വേറെ പുളി ഇടേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. പുള്ളിയൊക്കെ ചതച്ചെടുത്തിട്ട് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നപ്പോഴേക്കും ചതച്ച് വെച്ച ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ അതവിടെ വഴന്ന് വരുന്ന നേരത്തിന് കുറച്ച് തേങ്ങ ചിരണ്ടി വെച്ചു കേട്ടോ. എന്നിട്ട് അതൊക്കെ ഒരു വഴന്ന് വന്നപ്പോഴേക്കും കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും കൂടി ഇട്ടിട്ട് മാങ്ങയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതൊക്കെ മുരിഞ്ഞ് വന്നപ്പോഴേക്കും അതിലേക്ക് വെള്ളവും കൂടി ഒഴിച്ച് വെച്ചു. എന്നിട്ട് ഈ തേങ്ങയിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കാവേ. അപ്പോഴേക്കും ദേ മീനൊക്കെ പെറുക്കിയിട്ട് കൊടുത്തിട്ടോ അതിലേക്ക്. എന്നിട്ട് വേറൊരു അടുപ്പിലേക്ക് പാൻ വെച്ചിട്ട് കടുക് പൊട്ടിച്ച് സവാള ഇട്ടിട്ട് നമ്മൾ ചീര റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ചീരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ആ ചീരയുടെ നടുവിലേക്ക് ഇപ്പം നമ്മൾ ചതച്ചെടുത്ത അരപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി തളിച്ച് അതവിടെ മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് റെഡി ആവട്ടെ. ആ നേരം കൊണ്ട് ബാക്കി മീനിലേക്ക് ഉപ്പും മുളകും ഒക്കെ പുരട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചോറ് വയ്ക്കുന്നതിന് മുമ്പ് പൊരിച്ചെടുക്കാവേ, അല്ലെങ്കിൽ ചൂടാറിപ്പോകത്തില്ലേ. അപ്പോൾ ചീരയൊക്കെ ദേ റെഡി ആയിട്ടുണ്ട്. അപ്പം ജോലികളൊക്കെ ഒരുവിധം കഴിഞ്ഞു, തീർന്നു എന്ന് പറയാനായിട്ടില്ല, ഇനിയും ഉണ്ട്. പക്ഷേ വീഡിയോ ഇത്രയല്ലേ പറ്റുള്ളൂ, 3 മിനിറ്റിൽ തീർക്കണ്ടേ.